കഴിഞ്ഞ 2 ആഴ്ച തിരുവനന്തപുരത്തെ ലോ അക്കാദമി സമരമായിരുന്നു ദിനദരികടദോമിന് ഒരു ആവേശം നൽകിയത്. ഈ ആഴ്ച സമരം എങ്ങനെയോ തീർന്ന സ്ഥിതിക്ക് കുറച്ചുപേരെ ഓർത്തുപോവുകയാണ്. ഒന്ന്, പോലീസിന്റെ അടിപേടിച്ച് പേരൂർക്കടയിൽ കുഴിഞ്ഞു വീണ് മരിച്ച അബ്ദുൾ ജബ്ബാർ, തല തകർന്നുപോയ BJP നേതാവ് ഡോക്ടർ PP വാവ, KSUവിന്റെ നേതാവ് ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നെ നിരവധി മാധ്യമപ്രവർത്തകരും ഇവർക്കൊപ്പം ഏതാനും പോലീസുകാരും. ഇവരെല്ലാം അവരവർക്ക് കിട്ടിയ നഷ്ടങ്ങളുമായി ആ വഴിക്ക് പോയി. അല്ല, ഇതൊക്കെ സൃഷ്ടിച്ചത് ആരായിരുന്നു? സസ്പെൻഷൻ സമരക്കാരുമായി സംസാരിക്കുന്നു, ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ ചത്തിട്ട് നീ സൂഹിക്കണ്ട. തിരുവനന്തപുരത്തെ സ്വകാര്യ ലോ കോളേജ് ലോ അക്കാദമിയിൽ വിദ്യാർത്ഥികൾ നടത്തി വന്ന സമരം 29 ദിവസത്തിന് ശേഷം ഒത്തുതീർപ്പായി. വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ സമരം അവസാനിപ്പിച്ചു. എല്ലാം സർക്കാർ നോക്കിക്കോളും എന്ന ഉറപ്പ് കിട്ടിയതോടെ എല്ലാ വിദ്യാർത്ഥികളും സമരം തീർത്തു. ഇനി എന്തിനായിരുന്നു ഈ സമരം? കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി നായർ രാജിവെക്കണം എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരം. എന്നിട്ട് എല്ലാ ആവശ്യങ്ങളും വിദ്യാർത്ഥികൾ നേടിയോ? ഇല്ല. സാരമില്ല, ഒരു സമരമാകുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ വേണമല്ലോ. ശരി, സമരം തീർന്നു. കോൺഗ്രസ് BJP നേതാക്കൾ നിരാഹാരവും അവസാനിപ്പിച്ചു. സംയുക്ത വിദ്യാർത്ഥി മുന്നണി നേതാക്കൾക്ക് കൃഷിമന്ത്രി വിരുന്നു നൽകി. നിനക്കൊന്നും വേണ്ട സോളമ, ബാക്കി എന്തെങ്കിലും ഉണ്ടാവോ നോക്കട്ടെ. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം മതി. പക്ഷേ വിരുന്നുണ്ണാൻ എത്താൻ കഴിയാതിരുന്ന ചിലർ ലോ അക്കാദമി സമരത്തിലുണ്ട്. സമരത്തിന്റെ തീവ്രത കൂട്ടാനും സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ നേടാനും തെരുവിൽ കിടന്ന് അടിവാങ്ങിയവർ. അതിൽ നിരവധി മാധ്യമപ്രവർത്തകരും ഉൾപ്പെടും. എല്ലാം പരിഹരിക്കാൻ കഴിയുന്നവർ ഇവിടെ ഉണ്ടായിട്ടും ഈ വിദ്യാർത്ഥി സമരങ്ങളിൽ ഇങ്ങനെ മർദ്ദനം തുടരുന്നത് എന്തിനാണ്? പോലീസിന്റെ ഈ ലാത്തിചാർജ് കാണൂ. വീണ് കിടക്കുന്നവനെ വീണ്ടും അടിക്കുന്ന കലാപരിപാടി പോലീസിന്റെ മാത്രം സ്വന്തമാണ്. മൊബൈൽ എറിഞ്ഞു പൊട്ടിച്ചും തലയടിച്ചു തകർത്തും ഈ സമരം ഇങ്ങനെ നീണ്ടത് ഒറ്റ കാരണം കൊണ്ടാണ്: ഭരിക്കുന്ന സർക്കാരിലെ പ്രധാന പാർട്ടികളായ CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കം. ഈ സമരത്തിന് ആധാരമായ പ്രധാനപ്പെട്ട കാര്യമെന്താ? അതിന് ഉത്തരവാദിയായ പ്രിൻസിപ്പളെ രാജിവെക്കണമെന്നാണ്. ഇപ്പോൾ തീരുമാനമെടുത്തെന്ന് പറയും. ആരാ തീരുമാനിച്ചിരിക്കുന്നത്? കേരളത്തിൽ ഏത് അധികാരിയുടെ മുമ്പിൽ വെച്ചാൽ തീരുമാനം ഉണ്ടായിരിക്കുന്നത്? വിദ്യാഭ്യാസ മന്ത്രി തീരുമാനിച്ചോ? ഇല്ല. മുഖ്യമന്ത്രി മുമ്പിലാണോ? അല്ല. ഏതെങ്കിലും അധികാരി മുമ്പിലാണോ? അല്ല. പിന്നെ എന്താ തീരുമാനം എടുത്തിരിക്കുന്നത്? അവിടെ സമരം തുടർന്നു പോവുക. ആ സമരത്തിൽ ന്യായമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ സമരത്തിൽ ഒരു മന്ത്രിക്ക് പരാതി കിട്ടിയാൽ ഓരോ മന്ത്രിയും അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ എന്താകും സ്ഥിതി? ഇപ്പോൾ ലോ അക്കാദമിയുടെ കാര്യമാണെങ്കിൽ നിയമവകുപ്പുണ്ട്, വിദ്യാഭ്യാസ വകുപ്പുണ്ട്, റവന്യൂ വകുപ്പുണ്ട്. ഓരോ മന്ത്രിക്കും കിട്ടുന്ന പരാതി വെച്ചുകൊണ്ട് ഓരോ മന്ത്രി ഉത്തരവിടാൻ തുടങ്ങിയാൽ എവിടെ എത്തും? അതൊരു വിദ്യാർത്ഥി സമരമാണ്. അതിനെക്കുറിച്ച് എൻ്റെ പാർട്ടിക്ക് എൻ്റെ അഭിപ്രായം ഉണ്ടാകാം, CPM-ന് CPM-ന്റെ അഭിപ്രായം ഉണ്ടാകാം. അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ എന്തെല്ലാം കളി നമ്മൾ കണ്ടതാണ്. വിരട്ടലൊന്നും ഇങ്ങോട്ട് ജനകീയ പ്രശ്നങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ പലപ്പോഴും അഹിതമായ അഭിപ്രായങ്ങളും പലപ്പോഴും നമുക്ക് പറയേണ്ടി വരും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അഭിപ്രായങ്ങൾ പറയാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിഞ്ഞു എന്ന് വരികയില്ല. ഈ വെള്ളിയേട്ടൻ തർക്കത്തിൽ തന്നെയാണ് LDF-ന്റെ ഭരണം ദുസ്സഹമാകാൻ പോകുന്നതും.
BJP കളിക്കുന്ന കളിയുടെ കൂടെ കൂടി ഈ സർക്കാരിനെ ലേശം വിഷമിപ്പിച്ച് കളിയാമെന്ന ചിന്തയിലേക്ക് ആരും നീങ്ങണ്ട. യോജിക്കുന്ന തൊപ്പിയെ തലേ വെക്കാറുള്ളത്, വഴി കിടക്കുന്ന തൊപ്പിയല്ല എടുത്ത് തലേ വെക്കാറില്ല. കൊലീബി സഖ്യം എന്ന് പറയുന്നത് CPI-യുമായി ഒരു ബന്ധമുള്ള ഒരു കാര്യമല്ല. വഴി കിടന്ന് തെരുവ് പട്ടികളെ പോലെ തമ്മിലടിച്ച് ചാകാനാണ് 500 മക്കളുടെ വിധിയെങ്കിൽ ആയിക്കോ, എന്ത് വേണമെങ്കിലും ആയിക്കോ. അല്ലെങ്കിലും ഈ കറുത്ത പാൻറ്റിൻ്റെ കൂടെ വെളുത്ത ഷൂ വിജയേട്ടന് നന്നായി ചേരും. വന്ന വഴി മറക്കാതിരിക്കാൻ വെളുത്ത ഷൂ എല്ലാവരും ശ്രദ്ധിക്കും. ഒറ്റമുണ്ടും വെളുത്ത ഷർട്ടും അല്ലെങ്കിലും അറബികൾക്ക് പണ്ടേ ഇഷ്ടമല്ല. അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റിനിൽ ഒരു പച്ച പരിഷ്കാരിയായത്. അസൂയ ഒരു നല്ല ലക്ഷണമല്ല. അപ്പോൾ പ്രവാസികൾക്ക് പ്രഖ്യാപിക്കുന്ന അരിയിൽ കുറച്ച് കേരളത്തിൽ കൊടുക്കാനുള്ള ഒരു കരാറ് കൂടി ഒപ്പിട്ടിട്ട് അറേബ്യയുമായി ഇങ്ങോട്ട് വന്നാൽ മതി. ഈ സ്വപ്നലോകത്തിന്റെ ഉന്മത്തമായ ആവേശം നമ്മൾ ഉൾക്കൊള്ളുന്നു. അറബിപ്പൊന്നൂതിയുരുക്കി അറവാതിൽ പണിയും ഞാൻ. ഹലീലി ഹലീലി ഹിലാലിന്റെ പൂമ്പിറ പോലെ സുൽത്താനായി വാഴും ഞാൻ. دستكين بستمين عبدد ولا بس التار مختار حبره شرامي ഇതെന്താണ് പറയുന്നത്? അറബിയ? അജുദ് മാമ സലാമേ സബാൽക്കെ വേനന്ദ ഷുഗർ ഗവാദിന്റെ ഹറാമേ. അമ്മാവൻ എത്ര കുലീനതയുള്ള മനുഷ്യൻ. ഓ നമസ്കാരം. മേ ബി അന അച്യുത് മാമ. അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ്. അയ്യേ, ഇവനാണോ പരിഷ്കാരി? പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി. ഞാൻ തുറന്നു പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ. ഈ പരിഷ്കാരി എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചത് ഇതൊരു മാതിരി തല മുഴുവൻ എണ്ണയും പുരട്ടി 35 ബെല്ലും പാള ബെൽറ്റും സ്വർണ്ണ പല്ലും ഒരുമാതിരി കാട്ടുമാക്കാന്റെ സൈസ്.